നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദർശനം പറഞ്ഞു കേട്ടിട്ട് വിനായകൻ ചോദിച്ചു, അല്ല വക്കീലെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, 7 വർഷം വരെ കഠിന തടവോ? അതെ, 7 വർഷം വരെയാണ്. കാരണം കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 വർഷം വരെ ശിക്ഷ കിട്ടും. അത് മാത്രല്ല, ഇനി എങ്ങാനും ആ വാസവന്റെ മോനെ അവൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല ശിക്ഷ കിട്ടാൻ പോകുന്നത്. ആജീവനാന്തകാലം തടവായിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെയുള്ള ജീവിതം വിക്രത്തിന്റെ ജയിലിലായിരിക്കും എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമല അവിടെ നിന്ന് പൊട്ടിക്കരയാണ്, എൻ്റെ മോനെന്നും പറഞ്ഞോണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനായൻ പറഞ്ഞു, എന്താ വക്കീൽ സാറേ ഇത്? പെട്ടെന്ന് നന്ദിനിയോട് പറഞ്ഞു, നന്ദിനി നീ അമ്മയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാനായിട്ട് പറയണം. ആ സമയത്ത് വേദയോട് ദർശൻ ചോദിച്ചു, അല്ല വേദ എന്താ തീരുമാനിച്ചെന്ന് ചോദിക്കുക. അല്ല, ദർശൻ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ കോടതിയിൽ ചെന്ന് സാക്ഷിമൊഴി കൊടുക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെ ചെയ്തിട്ട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. കാരണം വക്കീലാൻ പഠിച്ചതല്ലേ വേദ, വേദയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, വകുപ്പുകളും കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എനിക്കറിയാം എന്ന് പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ വിക്രത്തിനെതിരായിട്ട് മൊഴി കൊടുത്താൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നല്ല വ്യക്തമായിട്ട് വേദയ്ക്കറിയാം. എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണോ വേദ ഇതിനകത്തേക്ക് ഇറങ്ങുന്നത്? ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു, എന്താണെങ്കിലും എൻ്റെ മനസ്സിലൊരു തീരുമാനമുണ്ട്, അതിനൊരു മാറ്റമില്ല എന്ന് പറയണം. ദർശൻ പറഞ്ഞു, സത്യം എപ്പോഴും മുറുക്കെ പിടിക്കുന്ന നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു നുണ പറയേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞേ മതിയാവുള്ളൂ. അല്ലാതെ എപ്പോഴും സത്യത്തെ മുറുക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം ഒരിടത്തുമില്ലാതെ പാതി വഴി നിലച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ദർശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. വേദ അകത്തേക്ക് കയറിപ്പോയി. വിനായകനൊന്നും മനസ്സിലായില്ല. കോടതിയിൽ മൊഴി കൊടുക്കണമെന്നാണോ കൊടുക്കണ്ടെന്നാണോ ദർശൻ വക്കീൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ആ സമയം കമല അകത്ത് പോയിരുന്ന് കരയുവാണ്. അപ്പോഴേക്കും മാഷ് അങ്ങോട്ട് ചെന്നു. മാഷ് എന്നിട്ട് ചോദിച്ചു, എന്താ കമല ഇങ്ങനെ, നീ എന്തിനാ ഇങ്ങനെ കരയണമെന്ന് ചോദിക്കുകയാണ്. മാഷേ, എൻ്റെ മോന് ദേ, നീ ഇവിടെ ഇരുന്ന് ഉരുകുന്ന പോലെ തന്നെ ഒരുപക്ഷെ ആ വാസുവൻ്റെ മോനുണ്ടല്ലോ, അവനെ കുറിച്ചോർത്ത് അവൻ്റെ അമ്മ കരയുന്നുണ്ടായിരിക്കില്ലേ, നീ എന്താ അത് ചിന്തിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിച്ച് കമല പറഞ്ഞു, അത് പിന്നെ ഞാൻ വേദ സത്യം മാത്രമല്ലേ പറയുന്നുള്ളൂ. ആ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആ കുട്ടിയോട് നീ എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കണേ? അവള് സത്യം പറയുമ്പോൾ നീ അതിനെ എതിർക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. കമല ഒന്നും പറയാതെ കമല അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ആ സമയത്ത് വിശ്വ ഇങ്ങനെ മുറി കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, വിശ്വേട്ടാ, ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്, വിക്രം പുറത്തു വരുവാണെങ്കിൽ നമുക്കത് പോയി കഴിപ്പിക്കണമെന്ന് പറയാണ്. വിശ്വം പറഞ്ഞു, അതിനെന്താ കുഴപ്പം? എന്നാലും എനിക്കൊന്നും മനസ്സിലാകാത്ത കാര്യം, വേദ എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേന്നാ? അല്ല, ഇങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്ത് ഇന്ന് നാളെ വിക്രത്തിന് അകത്ത് കിടക്കാനാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെ നല്ല ജീവിതകാലം മുഴുവനും അവൻ കുറേ കാലം ജയിലിൽ കിടന്ന വീണ്ടും അവൻ ഇറങ്ങിയതാ. ഇപ്പൊ വീണ്ടും ജയിലിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം. ശ്രീജ പറഞ്ഞു, എനിക്കും അതുപോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു കാരണവശാലും വേദ വിക്രത്തിനെതിരായിട്ടൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ ഭാഗത്ത് എന്തോ ഒരു ന്യായമുള്ളവൽ എനിക്ക് തോന്നുന്നു വിശ്വേട്ടാ. അവളെ എനിക്ക് അവിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ ശ്രീജയും ആകെപ്പാടെ വിഷമിക്കുകയാണ്. ആ സമയത്ത് വേദ മുറിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുക, ഒരു പക്ഷേങ്കിൽ ദർശൻ വക്കീൽ തന്നെ കാണാമെന്ന് എന്തിനായിരിക്കും? ഒരുപക്ഷെ ദർശനെ അവർ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കുമോ? അതുകൊണ്ടാണോ ദർശൻ വന്നിട്ട് മൊഴി മാറ്റി പറയണമെന്ന് പറഞ്ഞ്? കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ പുറത്തിറങ്ങുവാണെങ്കിൽ വിക്രം പുറത്തിറങ്ങുവാണെങ്കിൽ വിക്രത്തെ തീർക്കാനായിട്ട് ഇരിക്കുന്നവരവര്. അങ്ങനെയാണെങ്കിൽ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം പുറത്തിറങ്ങും. ദൈവമേ, ദർശൻ അങ്ങനത്തെ ഒരുത്തനാണോ? അങ്ങനെ അവനൊരു ചാൻസും ഇല്ല, അവൻ ഒരിക്കലും അങ്ങനത്തെ ഒരുത്തനല്ല എന്നൊക്കെ ഇങ്ങനെ വേദ തന്നെ മനസ്സിൽ പറയണം. വേദയ്ക്ക് ദർശനെ അവിശ്വസിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. ആരുടെ സ്വാധീന വലയത്തിലും വീഴുന്ന ആളല്ല ദർശൻ എന്നൊരു ചിന്താഗതിയൊക്കെ വേദയുടെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് കമലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കമലെ മാഷ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് മാഷ് പറഞ്ഞു, നീ എന്തിനാ കമല ഇങ്ങനെ കരയണമെന്ന് ചോദിക്കുക. അതേ മാഷിനറിയാലോ, ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ, മരുമോളായിട്ടല്ല അവളെ കണ്ടത്. എന്നിട്ട് അവസാനം അവൾ എനിക്കിട്ട് തന്നെ പണി തന്നല്ലോ എന്ന് പറയണ. എന്താ ആ കുട്ടി പണി തന്നെന്ന് നീ പറയണേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയ കമലെ, അവള് സത്യത്തിന്റെ നീതിയുടെ ഭാഗത്തല്ലേ നിന്നിട്ടുള്ളൂ. നമ്മുടെ മോനല്ലേ തെറ്റ് ചെയ്തേ? നമ്മുടെ മോൻ തെറ്റ് ചെയ്തിട്ട് നീ വീണ്ടും എന്തിനാ അവനെ തന്നെ ന്യായീകരിക്കുന്നേ? അല്ലെങ്കിലും എല്ലാ അമ്മമാരും ഇങ്ങനെയാന്ന് പറയണം. മക്കള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളുടെ തെറ്റുകളൊന്നും കാണത്തില്ല, മറ്റുള്ളവരെ പഴിക്കാനായിട്ട് ഇരിക്കുമെന്ന് പറയണം. ഇത് കേട്ട് ഞാൻ കമല പറഞ്ഞു, മാഷിന് അത് പറയാം, പക്ഷെ എൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ, ഞാനൊരു പെറ്റമ്മയല്ലേന്ന് ചോദിക്കുകയാണ്. മാഷ് പറഞ്ഞു, അത് ശരി തന്നെയാ, നിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നിനക്ക് നിൻ്റെതായ ശരികളുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല, നിനക്കറിയാലോ എന്ന് പറയണം. എനിക്കറിയാം. ഈ സമയത്ത് കമല പറഞ്ഞു, മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെറ്റമ്മമാരായിരിക്കും. കാരണം അച്ഛന്മാര് അവരോട് കണക്ക് ചോദിക്കും, പക്ഷേങ്കിൽ അമ്മമാർ ഒരിക്കലും കണക്ക് ചോദിക്കില്ല, നീ എന്താ ഉണ്ടാക്കി തന്നെ എന്നും ചോദിക്കത്തില്ല. പക്ഷെ അച്ഛന്മാർ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, അത് ശരിയാ കമലെ, അങ്ങനെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതിന് കാരണം എന്താന്ന് നിനക്കറിയാലോ.
കാരണം അവരൊരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇത് കേട്ട് ഞാൻ കമല പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ. മാഷിനെങ്കിലും ഒന്ന് പറയാൻ മേലായിരുന്നോ അവളോട് മൊഴി കൊടുക്കലെന്ന് പോയിട്ട്? മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകരും എന്നുള്ള കാര്യം മാഷിന് അറിയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഞാൻ എങ്ങനെയാ കമലെ പോയി പറയണേ? അവൾ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ, അവളോട് ഞാൻ എങ്ങനെയാ പറയണേ? എനിക്കറിയാം മാഷിന് എൻ്റെ വേദന ഒന്നും അല്ലാന്ന് പറയണം. നീ നിന്റെ വേദനയെക്കുറിച്ച് കുറേ സമയം പറയുന്നോണ്ടിരിക്കുന്നേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ നിന്റെ വേദനയെക്കുറിച്ചേ പറയുന്നുള്ളൂ. ആ അച്ഛൻ്റെ അമ്മയുടെ വേദനയെക്കുറിച്ച് നീ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അവരുടെ മോൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അപ്പൊ അവർക്ക് എന്ത് തീരാ വേദനയായിരിക്കും. എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് എൻ്റെ മോൻ്റെ കാര്യം മാത്രമേ ഉള്ളെന്ന് പറയണം. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. മുമ്പ് അവൻ ജയിലിൽ പോയ സമയത്ത് മാഷ നിലത്ത് പാവിരിച്ച് കിടന്നു ഉപ്പില്ലാതെ കഞ്ഞി കുടിച്ചൊക്കെ വെറും പ്രഹസനം മാത്രമായിരുന്നു. അവനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ല, ചെയ്തു പോയ തെറ്റിനുള്ള പ്രായച്ചിത്വമായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി അവനോട് ഒരു തരുമ്പോ ഒരു സ്നേഹമില്ലാന്ന്. മാഷിന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മാഷ് ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, അതെ കമലെ, നീ തന്നെ ഇത് പറയണം. എനിക്ക് സ്നേഹമില്ലല്ലേ? പലപ്പോഴും അമ്മമാര് ഉറക്കക്കരയും പൊട്ടിക്കരയും എല്ലാം ചെയ്യും. അവരുടെ മനസ്സിലെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ അവർ ചിലപ്പോൾ പുറത്ത് പ്രകടിപ്പിച്ച് നിൽക്കും. പക്ഷെ അച്ഛന്മാരല്ല, അങ്ങനെയല്ല. അവർ നിശബ്ദമായിട്ട് കരയും. അവരുടെ ശബ്ദം ചിലപ്പോൾ പുറത്ത് വന്ന് വരത്തില്ല, അവരുള്ളിലായിരിക്കും കരയുന്നത്. ആ കരച്ചിൽ കാണണമെങ്കിൽ അവരെ ശരിക്കും ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. അല്ലെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു പറയണം. അത് പിന്നെ മാഷെ, ഞാൻ വേണ്ട കമലെ, കൂടുതലൊന്നും പറയണ്ട, ഞാനിന്ന് കിടക്കാൻ പോവാ. ഇനി എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ടെന്ന് പറയണം. അങ്ങനെ മാഷ് അങ്ങോട്ട് പോയി കിടക്കുവാണ്. ഈ സമയത്ത് വേദയെ സാവിത്രി അച്ഛമ്മേ പത്മയും കൂടെ ചേർന്ന് ഫോൺ ചെയ്യുവാണ്. പിന്നീട് വേദയോട് എന്തൊക്കെയാ മോളെ കേൾക്കണേ, നീ എന്തിനാ അവനെതിരായിട്ട് മൊഴി കൊടുക്കണേന്ന് ചോദിക്കുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേദ പറഞ്ഞു, ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുവാണെന്ന് അച്ഛമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ അറിയാവുന്നല്ലേ നിൽക്കും. എന്നാലും നിന്റെ ഭർത്താവാണ്, നീ അത് കണ്ടില്ല. ഒരു പക്ഷേങ്കിൽ അവൻ അങ്ങനെയെല്ലാം ചെയ്തെന്ന് കൂട്ടിക്കോട്ടെ, പക്ഷെ അവനോടൊപ്പം നിൽക്കുമല്ലേ നീ ചെയ്യേണ്ടതെന്ന് പത്മ ചോദിക്കുകയാണ്. അല്ലാതെ നീ അവനെ ഒറ്റ കൊടുക്കുന്ന എന്തിനാ? അവൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തകരുന്നേ. നീയായിട്ട് തെരഞ്ഞെടുത്ത ജീവിതം. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആരും. നിന്നെ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ നീ വേണ്ട, ഞാൻ അവിടെ നിന്നോളാന്ന് പറഞ്ഞ് നിന്ന. എന്നിട്ട് വീണ്ടും നീ എന്തിനാ ഇങ്ങനൊരു ത്യാഗം ചെയ്യുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ എന്തേലും ചെയ്തു പോയാലും നീ അതങ്ങ് ക്ഷമിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അവനെതിരെ നീ മൊഴി കൊടുക്കാൻ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. ഈ സമയം വേദ പറഞ്ഞു, അതെ അമ്മ തന്നെ ഇത് പറയണമെന്ന് പറയാ. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അതെ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം, സത്യം മാത്രം വിളിച്ചു പറയണമെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞാൽ സാത്രിയമ്മ പറഞ്ഞു, നിനക്ക് കുരുക്ഷേത്ര യുദ്ധം അറിയാലോ, അശുദ്ധാത്മാവെന്ന ആന മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആ യുദ്ധത്തിൽ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ. കാരണം ശരിക്കും അശുദ്ധാത്മാവെന്ന ആനയായിരുന്നു മരിച്ചത്. പക്ഷെ അശുദ്ധാത്മാവ് മരിച്ചത് കള്ളം പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം യുധിഷ്ഠിരന് കഴിഞ്ഞില്ല. പകരം ശ്രീകൃഷ്ണനാണ് അങ്ങനെ ഒരു ഉപദേശം ഉപദേശിച്ചത്. അങ്ങനെ അവസാനം അശുദ്ധാത്മാവെന്ന ആന മരിച്ചെന്ന് പറയുക ചെയ്തതെന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു, അത് ശരി തന്നെയാ, യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ അശുദ്ധാത്മാവ് എന്ന ആന എന്ന് പറയുന്നുള്ള കാര്യം അത് പതുക്കെ ശബ്ദം താഴ്ത്തിയാ പറഞ്ഞേ. അശുദ്ധാത്മാവ് മരിച്ചെന്നാണ് നല്ല ശബ്ദത്തിൽ പറഞ്ഞതെന്ന് പറയാണ്. അത് മുത്തശ്ശിക്ക് അറിയത്തില്ലേ? മുത്തശ്ശി തന്നെയല്ലേ എന്നെ പുരാണങ്ങളും കഥകളും എല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിക്ക് ഉത്തരം മുട്ടി. പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ചെയ്യുന്ന എൻ്റെ നിലനിൽപ്പിന് മാത്രമല്ല, അത് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവുമെന്ന് പറയാണ്. ഇത് പറഞ്ഞിട്ട് വേറെ അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. പത്മ ഹലോ ഹലോ പറഞ്ഞെങ്കിലും അപ്പോഴത്തേനും കോള് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം എത്തണം. സെപ്റ്റംബർ 16-ാം തീയതിയാണ് കോടതിയിലെ കേസ് വിളിക്കുന്നത്. അന്ന് രാവിലെ തന്നെ വേദ റെഡിയായിട്ട് കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വന്നു. കമല അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മാഷിനോട് എന്നിട്ട് വേദ പറഞ്ഞു, അതെ ഞാൻ കോടതിയിലേക്ക് പോവാ അച്ഛാന്ന് പറയണം. ഇത് കേട്ട് ഞാൻ മാഷ് പറഞ്ഞു, കേട്ടില്ലേ മോള് കോടതിയിലേക്ക് പോവാന്ന്. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? ആരതി എടുക്കണോ? ആരതി ഒഴിഞ്ഞു വേണേ ഇവളെ കോടതിയിലേക്ക് അയക്കാനായിട്ട്. എൻ്റെ മോനെതിരെ മൊഴി കൊടുക്കാനായിട്ട് പോകുന്നതല്ലേ ഇവള് എന്ന് ചോദിക്കുകയാണ്. നിന്നെ സ്വന്തം മോളായിട്ട് ഞാൻ കണ്ടും കരുതി സ്നേഹിച്ചു പോന്ന, എന്നിട്ട് എൻ്റെ മോനെതിരായിട്ട് മൊഴി കൊടുക്കാൻ നീ പോവല്ലേ? എൻ്റെ മോന് ജീവപര്യന്തരം കിട്ടാൻ വേണ്ടി നീ പോവല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മാഷ് പറഞ്ഞു, എന്തൊക്കെയാ കമല നീ വിളിച്ചു പറയുന്നേ? ഒന്ന് നിർത്തുന്നുണ്ടോ? നീ ആരോട് എന്താ പറയണമെന്ന് നിനക്കറിയാവോ? ഞാൻ പറഞ്ഞു പോകും മാഷേ, പറയാതിരിക്കാൻ എനിക്ക് ആവില്ല എന്ന് പറയണം. പക്ഷെ നീ ഒന്ന് കേട്ടോ, എൻ്റെ മോനെതിരെ മൊഴി കൊടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ജന്മത്തിൽ നിന്നോട് ഞാൻ പൊറുക്കാനായിട്ട് പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ ഭാഗം ഒന്ന് ചിന്തിക്കുക. അമ്മ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് മാഷ് തടഞ്ഞു.
ദേ വേറെ നീ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു പോയല്ലേ, ഇനി ആർക്കും വിസ്തീർണം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിനക്ക് ശരിയെന്ന് തോന്നുന്ന എന്താണോ അത് ചെയ്യുക. മാഷിന് തോന്നിയും തോന്നേ എന്തുകൊണ്ടാണ് വേദ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. വേദ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു വലിയ അർത്ഥമാണെന്നുള്ള കാര്യം മാഷിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, വേറെ എല്ലാവരുടെയും കണ്ണ് നനയിച്ച് നീ അവനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ന് പറയണം. അപ്പോഴേക്കും മാഷോട് നന്ദിനി നീ ഒരക്ഷരം മിണ്ടലെന്ന് പറയണം. പിന്നീട് വേദയോട് പറഞ്ഞു മോള് പോയിട്ട് വരാൻ പറയണം. അങ്ങനെ വേദ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും മാഷ് ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം മാഷിന്റെ ഉള്ളു തേങ്ങുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരു 8-9 മണിക്കുള്ളിൽ തന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഇതിന് ശേഷം ഇനി നമ്മൾ അലീനയുടെയും മനുഷ്യങ്കറിന്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അതും കൂടെ കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.